ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ബ്രെയിൻ സ്റ്റോമിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു ടേം ബ്രെയിൻ സ്റ്റോമിങ് എന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓസ്ബോൺ ആണ്. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിങ് ഈസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ടെക്നിക് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ക്ലാസ് റൂം ടു ജനറൽ ഐഡിയാസ് ഫോർ സോൾവിങ് എ പ്രോബ്ലം ഓർ എ ടോപ്പിക്. അതായത് ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ കുട്ടികൾക്ക് ഒരു ടോപ്പിക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊടുക്കുകയാണ്. ആ പ്രോബ്ലം കൊടുത്തിട്ട് ടീച്ചർ ഒരു 5-6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം അപ്പോൾ അതിൽ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഓരോ ഐഡിയാസ് പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന കാര്യമൊക്കെ ചെയ്യാം, ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഐഡിയാസൊക്കെ എന്ത് ചെയ്യും, ഒരാൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം ഈ 6 പേരും പറയുന്ന ഐഡിയാസ് ഒരാൾ നോട്ട് ചെയ്ത് വെക്കും. അവിടെ ഇയാൾ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അയാൾ എന്ത് ഐഡിയ ആണോ പറയുന്നത് അത് നമ്മൾ അതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നു. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വന്ന ഐഡിയാസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അതായത് ചിലപ്പം ഒരു ഐഡിയ ഒന്നിനോട് ചേരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെക്കും. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അത് ചിലപ്പോൾ ടീച്ചറായിരിക്കും ആ ഒരു ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. പിന്നെ ഐഡിയ ജനറേഷനാണ് നടക്കുന്നത്. അതായത് ഒരു ടൈം ലിമിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ 15 മുതൽ 30 മിനിറ്റ് ഒക്കെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എന്താണ്, ഫ്രീ ആയിട്ട് നമ്മുടെ ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ജഡ്ജ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഇതുമില്ല, ഒരു ഡിസ്കഷനോ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ഐഡിയാസ് മാത്രം നമ്മൾ പറയുന്നു, തെറ്റോ ശരിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. ഓക്കെ, പിന്നീട് ഈ കിട്ടിയ ഐഡിയാസിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ പറഞ്ഞ ഐഡിയാസ് എല്ലാം ടീച്ചർ വിസിബിൾ ആയ രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അതായത് ഇപ്പോൾ ഒരു ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുക ടീച്ചർ ഇവർ പറയുന്ന ഓരോ ഐഡിയാസും നോട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ബ്ലാക്ക് ബോർഡിൽ എഴുതി വെക്കുന്നു. പിന്നീട് ചെയ്യുന്നത് ബിൽഡിംഗ് ഓൺ ഐഡിയാസ്. ഇവിടെ കുട്ടി തൻ്റെ ഐഡിയ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇംപ്രൂവ് ദെയർ ഐഡിയാസ്. അതായത് ഇവിടെ എന്താ, ഇപ്പോൾ ഒരു ഇഷ്യൂവിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് വന്നു, കുറച്ച് ഐഡിയാസ് വന്നു. അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യും, ഈ ഒരു ഐഡിയ കുറച്ചും കൂടി നല്ലതാണ്, അപ്പോൾ അവൻ്റെ ഐഡിയ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, പിന്നീട് ചെയ്യുന്നത് എന്താണ്, ഈ ഐഡിയാസിന് ഒരു റിവ്യൂ കൊടുക്കും. ഓക്കെ, ഇവർ പറഞ്ഞ ഐഡിയാസിന് ഒരു റിവ്യൂ കൊടുക്കും. ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യും ഈ ഐഡിയാസ്. പിന്നെ പിന്നീട് ഇതിനൊരു കൺക്ലൂഷനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് സമ്മറൈസ് ദ ബെസ്റ്റ്, ഏറ്റവും നല്ല ഐഡിയാസ് ഏതാണ് അത് നമ്മൾ സമ്മറൈസ് ചെയ്യും. പിന്നെ അതുപോലെ എൻകറേജ് ചെയ്യും. ഈ ഒരു പാർട്ടിസിപ്പൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എൻകറേജ് ചെയ്യും. അങ്ങനെ എൻകറേജ് ചെയ്യുമ്പോൾ എന്താണ്, പിന്നീട് അവരുടെ ഐഡിയാസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി, അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ് പറയാൻ മുന്നോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബ്രെയിൻ സ്റ്റോമിങ് മെത്തേഡിനെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ടാകും. ചിലപ്പോൾ അവർ മുന്നോട്ട് വരുന്നുണ്ടാവില്ല. ഞാനിപ്പോൾ എല്ലാം കുട്ടികളുടെ കേസിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റീവ് ഐഡിയാസ് ഒരുപാടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ മുന്നോട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നമ്മൾ തെറ്റാണ് ശരിയാണ് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അവരുടെ ഐഡിയാസ് അങ്ങ് തുറന്ന് പറയും. ഓക്കെ, അത് ഇതിൻ്റെ ഒരു മെറിറ്റാണ്. ഓക്കെ, ഈ ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു മെറിറ്റാണ്. പിന്നെ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണല്ലോ ഇവിടെ നടക്കുന്നത്. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരുപാട് ഐഡിയാസ്, അപ്പം എല്ലാം കൂടി ചേരുന്നുണ്ട്, ഒരു കൊളാബറേഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇംപ്രൂവ് യൂണിറ്റി. അതായത് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാവും. അവരുടെ ഐഡിയാസ് പറയും, ഒരാളുടെ ഐഡിയ മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നീട് അത് ഇമ്പ്രൂവ് ചെയ്യാനേ നോക്കുന്നുള്ളൂ. അല്ലാതെ നീ പറഞ്ഞ തെറ്റാണ്, നീ പറഞ്ഞ ശരിയാണ്, അങ്ങനത്തെ ഡിവിഷനൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. പിന്നീട് ഇതൊരു കൺസ്ട്രക്റ്റീവ് മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ടൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു മെറിറ്റും ഉണ്ടാവും ഡീമെറിറ്റും ഉണ്ടാവും. പിന്നെ അതുപോലെ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ട്സ് ദ കമ്പാരിസൺ. അതായത് സ്റ്റുഡൻസ് തമ്മിൽ കമ്പാരിസണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഒരാളുടെ ഐഡിയാസ് പിന്നീട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ.
പിന്നെ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട്. അതായത് കുട്ടികൾ തമ്മിൽ എൻ്റെ ഐഡിയ മോശമാണല്ലോ, അവൻ്റെ ഐഡിയ കുറച്ചും കൂടി നല്ലതാണല്ലോ എന്നുള്ള ഈഗോ ആദ്യ സ്റ്റേജിലല്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ അത് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ സ്ട്രെസ് ഉണ്ടാവും കുട്ടികളിൽ. എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് സ്ട്രെസ് ഉണ്ടാവും. പിന്നെ എന്താണ്, ഡോമിനൻസ് ഉണ്ടാവും. അതായത് ഗ്രൂപ്പിൽ ചിലപ്പോൾ ഒരാൾ തന്നെ ഐഡിയാസൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ എല്ലാവരുടെയും ഐഡിയാസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് പറയാം ഒരു ഡോമിനൻസും ഉണ്ടാവുമെന്നുള്ളത്. ചിലപ്പോൾ ഒരാൾ കൂടുതൽ ഐഡിയാസ് പറയുന്നുണ്ടാവും, അപ്പോൾ അതൊരു ഡോമിനൻസ് ആയിട്ട് നമുക്ക് പറയാം. മറ്റൊരാൾക്ക് അത് ചിലപ്പോൾ പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 5 പേരടങ്ങുന്ന ഗ്രൂപ്പ്, ഓക്കെ, 5 അല്ലെ 10 എത്രയും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഓരോരാളും പറയുന്ന ഐഡിയാസ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കും. അവർ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന കാര്യങ്ങളൊന്നും നോക്കില്ല, നമ്മളതൊന്നും ഡിസ്കസ് ചെയ്യില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അവരുടെ ഐഡിയാസ് കറക്റ്റ്, അവരെന്താണോ പറഞ്ഞത് അത് നമ്മൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. പിന്നീടാണ് അതിന് നമ്മൾ എന്താണ് കമ്പയർ ചെയ്യുകയും അതിലേറ്റവും ബെസ്റ്റിനെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്